ലോകത്തെ ഇനി തനിയെ ഭരിക്കാമെന്ന് അമേരിക്ക കരുതണ്ട. ഇറാനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാനും ആഗോള വിപണിയിൽ നിന്ന് ഒറ്റപ്പെടുത്താനും ലക്ഷ്യമിട്ട് അമേരിക്കൻ ധനകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ച പുതിയ ഉപരോധ നീക്കങ്ങൾക്ക് ചൈന നൽകിയ കനത്ത തിരിച്ചടിയാണിത്. ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ നിയന്ത്രണം സ്വന്തം കൈകളിൽ നിലനിർത്താൻ ഡോളർ അധിഷ്ഠിത പണമിടപാട് സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന അമേരിക്കൻ രീതിക്കെതിരെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. വിദേശ രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലും വ്യാപാര നയങ്ങളിലും അനാവശ്യമായി ഇടപെടുന്ന അമേരിക്കൻ ശൈലിയെ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം രൂക്ഷമായ ഭാഷയാണ് വിമർശിച്ചത്. ഇറാനുമായി സാമ്പത്തിക തന്ത്രപ്രധാന ബന്ധങ്ങൾ പുലർത്തുന്ന ചൈന, ഇന്ത്യ, റഷ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളെ തളർത്താനുള്ള നീക്കത്തിന് മുന്നിൽ വഴങ്ങില്ലെന്ന് ചൈന പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്കൻ വിലക്കുകൾ മറികടന്ന് സ്വന്തം നാണയത്തിലും തനത് പണമിടപാട് മാർഗങ്ങളിലൂടെയും ഇറാനുമായുള്ള എണ്ണ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുകയാണ്. ഇറാനിലെ വ്യോമയാനം, സാങ്കേതിക വിദ്യ, ഷിപ്പിംഗ് തുടങ്ങിയ പ്രധാന മേഖലകളെ തകർക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. എന്നാൽ ഇതിനെ മറികടക്കാൻ ബദൽ പണമിടപാട് രീതികളും ഡോളറിതര വ്യാപാരവും സജീവമാക്കുകയാണ് ഏഷ്യൻ ശക്തികൾ. സൈനിക ബലവും സാമ്പത്തിക ഭീഷണിയും ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങളെ അടക്കി ഭരിക്കാമെന്ന പാശ്ചാത്യ തന്ത്രങ്ങൾക്ക് ഇനി ആയുസ്സില്ലെന്ന സന്ദേശമാണ് ഈ കൂട്ടായ എതിർപ്പിലൂടെ വ്യക്തമാകുന്നത്. അമേരിക്കൻ ഉപരോധങ്ങൾ തിരിച്ചടിയാകുന്നത് ഡോളറിന്റെ ആഗോള ആധിപത്യത്തിന് തന്നെയാണ്. സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ലോകരാജ്യങ്ങളെ മുഴുവൻ ദുരിതത്തിലാക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ ഭരണകൂടം അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഏഷ്യൻ സമ്പദ് വ്യവസ്ഥകൾ ഒന്നിക്കുമ്പോൾ ഭൗമരാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ഈ വലിയ മാറ്റങ്ങൾ എങ്ങോട്ട് നയിക്കുമെന്നാണ് ലോകമിനി ഉറ്റുനോക്കുന്നത്.